PSC, UPSC പോലെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും പല യൂണിവേഴ്സിറ്റി എക്സാമുകൾക്കും സിലബസിനുള്ളിൽ നിന്ന് മാത്രമല്ല ഔട്ട് ഓഫ് സിലബസായും കുറേ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ജീവിതാവസാനം വരെ പഠിതാക്കളായിട്ടുള്ളവർക്കും വായന ഒരു ഹരമായിട്ടുള്ളവർക്കും ഏറ്റവും പ്രയോജനകരമായ ഒരു വിഷയമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രമേയം. ഫാസ്റ്റ് റീഡിംഗ് അല്ലെങ്കിൽ സ്പീഡ് റീഡിംഗ് എങ്ങനെ സ്വായത്തമാക്കാം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉറക്ക വായിച്ച് പഠിക്കുന്നതായിരുന്നു എൻ്റെ ശീലം. എന്നാൽ ഈ ഉറക്ക വായിച്ച് പഠിക്കുന്നതും വാക്കുകൾ മനസ്സിൽ നിശബ്ദമായി ഉച്ചരിച്ച് വായിക്കുന്നതും വായനയുടെ വേഗത കുറയ്ക്കും. വായിക്കുമ്പോൾ ഉള്ളിൽ വാക്കുകൾ ഉച്ചരിക്കുന്ന ആന്തരിക ശബ്ദത്തെയാണ് സബ് വോക്കലൈസേഷൻ എന്ന് പറയുന്നത്. നാം ഒരു സെൻറ്റൻസ് വായിച്ചു പോകുമ്പോൾ മനസ്സിൽ അതിലെ വാക്കുകൾ ഉച്ചരിക്കാതെ തന്നെ കാണുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ബ്രെയിനിലേക്ക് എടുക്കാനുള്ള ശേഷി നമ്മുടെ ബ്രെയിനിനുണ്ട്. ദാറ്റ് ഈസ് കോംപ്രിഹെൻസീവ് റീഡിംഗ്. നിരന്തര പരിശ്രമത്തിലൂടെ ഇത് ശീലിക്കുന്നത് വഴി ഒരു പുസ്തകം വായിച്ച് മനസ്സിലാക്കുന്ന സമയം കൊണ്ട് അതേ വോളിയത്തിലുള്ള 3 പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും. ഇതിനായി കുറച്ച് ടെക്നിക്കുകൾ ശീലിച്ചാൽ മതിയാകും. ഓരോ വാക്കുകൾക്ക് പകരം 3-4 വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് വായിച്ചു പോവുക. ഇതിനെ ചങ്കിങ് എന്ന് പറയും. ഒറ്റ നോട്ടത്തിൽ തന്നെ കാഴ്ചയുടെ ഫ്രെയിമിലേക്ക് കൂടുതൽ വാക്കുകളെ കൊണ്ടുവരാൻ പറ്റുക. വിഷൻ സ്പാൻ കൂട്ടുക. സബ് വോക്കലൈസേഷൻ നിയന്ത്രിക്കാനുള്ള രണ്ടാമത്തെ കാര്യം, വായിക്കുന്ന വരികൾക്കൊപ്പം നമ്മുടെ വിരലോ പേനയോ പെൻസിലോ വേഗത്തിൽ ഓടിച്ച് നീക്കുക. കണ്ണുകളും ഇതേ വേഗത്തിൽ നീങ്ങുമ്പോൾ മനസ്സിൽ ഉച്ചരിക്കാനുള്ള സമയം ലഭിക്കാതെ പോകും. മൂന്നാമത്, ഒരു ചൂയിങ്കം ചവച്ചുകൊണ്ടോ കാമായിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ടോ വായിക്കുമ്പോൾ മനസ്സിൽ നിശബ്ദമായി ഉച്ചരിക്കുമ്പോൾ ഇൻവോൾവ് ആകുന്ന നാവ്, താടിയെല്ലുകൾ, ചുണ്ട്, വോക്കൽ കോഡ് എന്നിവയുടെ പേശികളെ ആവർത്തിച്ചുള്ളതും സംസാരമില്ലാത്തതുമായ ഒരു മോട്ടോർ പാറ്റേണിലേക്ക് മാറ്റുന്നു. ചൂയിങ്കം ചവയ്ക്കുമ്പോൾ തിരക്കിലാകുന്ന പേശികളിലേക്ക് വായനയുമായി ബന്ധപ്പെട്ട സംഭാഷണ സിഗ്നലുകൾ ബ്രെയിനിന് വേഗത്തിൽ അയക്കാൻ കഴിയില്ല. ആന്തരിക സംസാരം നിർത്തുന്നതിനുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനുള്ള മറ്റൊരു രീതി ഫ്ലാഷ് കാർഡ് പരിശീലനമാണ്. കാർഡുകളിൽ മലയാളം വാക്കുകൾ എഴുതുക, ദെൻ 1/2 സെക്കൻഡ് നേരം ഒന്ന് ഫ്ലാഷ് ചെയ്യുക, ഉച്ചരിക്കാതെ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാൽക്കുലേറ്ററിൽ കൂട്ടിക്കിട്ടുന്ന ഒരു വലിയ സംഖ്യ അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ പകർത്തി എഴുതാനുള്ള സാഹചര്യം വരുമ്പോൾ ഓരോ അക്കവും നോക്കി നോക്കി എഴുതാതെ മുഴുവൻ അക്കങ്ങളും ഒരുമിച്ച് ഒരു ഫോട്ടോ പോലെ ബ്രെയിനിൽ പതിപ്പിച്ച് കോപ്പി ചെയ്യുന്നത് ഈ കോംപ്രിഹെൻസീവ് റീഡിങ്ങിന് ഉദാഹരണമാണ്. അപ്പോൾ ഓരോ അക്കവും മനസ്സിൽ ഉച്ചരിക്കുന്നില്ല. വായനയുടെ വേഗത കൂട്ടാനുള്ള മറ്റൊരു മാർഗം അവോയ്ഡ് ഫിക്സേഷൻ. വായിച്ചു പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഫിക്സ് ചെയ്തു പോകുന്ന അവസ്ഥ. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ ആ വാക്കിൻ്റെ അർത്ഥം ഡിക്ഷണറി റെഫർ ചെയ്ത് മീനിങ് നോക്കി പോകുന്നത് തന്നെയാണ് അഭികാമ്യം. ഉദാഹരണത്തിന് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന പുസ്തകം ഞാൻ വായിച്ചപ്പോൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ചില ടെക്നിക്കൽ വേർഡ്സ് അതിൻ്റെ മീനിങ് മനസ്സിലാകാതെ ഡിക്ഷണറി റെഫർ ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് പരിഹാരമായി നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുക. ഏത് മേഖലയിലുള്ള പുസ്തകങ്ങളാണോ നാം കൂടുതൽ വായിക്കാനായി തിരഞ്ഞെടുക്കുന്നത് ആ മേഖലയിലുള്ള ആളുകളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ എക്സ്പെർട്സിൻ്റെയൊക്കെ സ്പീച്ചസ് കേൾക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള പദസമ്പത്തുകൾ വർദ്ധിപ്പിക്കാൻ പറ്റും. കൂടുതൽ പ്രോവർബ്സുകളും ആലങ്കാരിക ഭാഷകളുമൊക്കെ വശത്താക്കുമ്പോൾ വായനയ്ക്കിടയിലെ ഈ ഫിക്സേഷൻ നമുക്ക് ഒഴിവാക്കാൻ സഹായിക്കും. വായനയ്ക്കിടയിൽ കണ്ണും മനസ്സും ഉടക്കി നിൽക്കുന്ന രണ്ടാമത്തെ കാര്യം, നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ഐഡിയ അവിടെ കണ്ടതിനാലാകാം. അപ്പോൾ തന്നെ ആ വശങ്ങളിൽ അത് മാർക്ക് ചെയ്തു പോവുകയും പുസ്തകം വായിച്ചു തീർന്നതിന് ശേഷം ഇങ്ങനെയുള്ള ആശയങ്ങളെ ക്രോഡീകരിച്ച് മനനം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ അർത്ഥവ്യാപ്തിയിൽ എന്തെങ്കിലും ഒരാശയം നമുക്ക് അതിനകത്ത് കണ്ടെത്താൻ കഴിയും. ഫിൽറ്ററിംഗ് ആണ് വായനയുടെ വേഗത കൂട്ടുന്ന മറ്റൊരു ടെക്നിക്ക്. അതായത് അപ്രസക്തമായ വിശദാംശങ്ങൾ, ആവശ്യമില്ലാത്ത പശ്ചാത്തല വിവരണങ്ങൾ, ഫില്ലർ വാക്കുകൾ എന്നിവ മനഃപൂർവ്വം ഒഴിവാക്കി നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ വായനാ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഉള്ള ഡേറ്റകൾ മാത്രം സെർച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ഫിൽറ്ററിംഗ്. ഒരു പുസ്തകം വായിക്കാൻ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തലക്കെട്ടും ഇൻഡെക്സും ഇൻട്രൊഡക്ഷനും ഒന്ന് ഓടിച്ച് വായിച്ച് മനസ്സിലാക്കുന്നത് നമുക്കാവശ്യമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ആ പുസ്തകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തുണ്ടാകും എന്ന് ഉറപ്പുവരുത്താനും അതുവഴി ഈ ഫിൽറ്ററിംഗ് എളുപ്പമാക്കാനും കഴിയും.
വായന ആരംഭിക്കുമ്പോൾ തന്നെ ഈ പുസ്തകം ഇത്ര മണിക്കൂറിനകം വായിച്ചു തീർക്കും എന്ന ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ച് ടൈമർ സെറ്റ് ചെയ്ത് വായിച്ചു തുടങ്ങുമ്പോൾ മൈൻഡ് കൂടുതൽ ഫോക്കസ്ഡ് ആകും. പെരിഫറൽ റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതും ഉത്തമമായിരിക്കും. അതായത് ഒരു ലൈനിൻ്റെ മധ്യഭാഗത്തായി സെൻട്രൽ വിഷൻ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡ് വിഷൻ, രണ്ട് വശങ്ങളിലായുള്ള വാക്കുകൾ അവ്യക്തമാണെങ്കിലും അതിൻ്റെ ആകൃതികൾ, അക്ഷരങ്ങൾ, പരിചിതമായ പദങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കണ്ണുകളുടെ ചലനം കുറച്ച് വായനയുടെ വേഗത വർദ്ധിപ്പിക്കും. പഠിക്കുന്ന കുട്ടികൾക്കും വായനാശീലമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.